ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിഷൻ നമുക്ക് കുറച്ച് എൻചാൻമെൻറ്റ് ബുക്ക് കണ്ടുപിടിക്കണമല്ല, ഉണ്ടാക്കണം. എന്നിട്ട് നമ്മുടെ ടൂൾസിലോട്ടൊക്കെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ടൂൾസിലോട്ട് എൻചാൻമെൻറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ മിഷൻ. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അത് തന്നെ ഈ ബാമ്പു എനിക്ക് അടുത്തുനിന്നുള്ളൊരു വില്ലേജിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഞാൻ എന്താ ഈ പൂവ് ഒരു വാൻഡ്രൻ ട്രേഡറിൽ നിന്ന് വാങ്ങിച്ചതാണ്, വാൻഡ്രൻ ട്രേഡർ. പിന്നെ നമ്മുടെ ഫാമിംഗ് ഏരിയയിൽ പുതിയ കുറച്ച് സംഭവങ്ങളൂടെ ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് ഫാം ചെയ്ത് കിട്ടുന്ന സാധനങ്ങളെല്ലാം വയ്ക്കാനും, പിന്നെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുമ്പോൾ ഇവിടെ ബോൺ മീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടും, പിന്നെ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകും. ഇത് വാൻഡ്രൻ ട്രേഡറിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഇത്. പിന്നെ അവിടെ ഒരു ഡാർക്ക് ഓക്കിൻ്റെ ട്രീ കാണാം. എനിക്കിത് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു ഇതിൻ്റെ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ്. പിന്നെ 2 കൗനെ ഞാൻ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ലെതർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ഉണ്ടാക്കാനേ ട്രേഡിംഗ് ഹാളിൽ വയ്ക്കാൻ, ട്രേഡിംഗ് അല്ല സോറി, എൻചാൻമെൻറ്റ് റൂമിൽ വയ്ക്കാൻ. ഞാൻ അവിടെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അതിന് പിന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സെല്ലാം ഇടാം, ആർമറെല്ലാം ഇട്ടിട്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഫുള്ള് ഡയമണ്ട് ആർമർ ഇട്ടിട്ടുണ്ട്. പിന്നെ ടൂൾസ് നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് എത്രയും മതി, ഒരെണ്ണം നമുക്ക് പിന്നെ ഉണ്ടാക്കാം, ഷവല്. അപ്പോൾ നമുക്ക് എന്തുവാ നമ്മുടെ എൻജോയ്മെൻറ്റ് ഏരിയയിലോട്ട് പോവാം. ഇങ്ങോട്ടാണ് നമ്മുടെ എൻജോയ്മെൻറ്റ് ഏരിയ. ഇതുവഴി ഇങ്ങോട്ട് എൻജോയ്മെൻറ്റ് ഏരിയ അല്ല, നമ്മുടെ സ്പൈഡർ ഫാം, അതിൻ്റെ താഴെയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്ന സ്ഥലം. നമുക്കിനി അങ്ങോട്ട് പോവാം. ഗൈസ്, നമ്മുടെ ക്യാമറ ഓഫായി പോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ പിക്കാക്സിൽ എൻജോയ്മെൻറ്റും ചെയ്തു, പക്ഷേ അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പൈഡർ ഫാമിൻ്റെ ഏരിയ. ഇവിടെ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ എൻജോയ്മെൻറ്റ് ഏരിയ. പിന്നെ ഇവിടെ 2 ബുക്ക് ഷെൽഫ് വയ്ക്കാണ്ട്, അത് ഞാൻ പിന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൽ 28 ലെവലിന് ഒരു ഫോർച്യൂൺ 3 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതപ്പോൾ നമ്മുടെ പിക്കാക്സിലോട്ട് ആഡ് ചെയ്തപ്പോൾ എഫിഷ്യൻസി 4ഉം കിട്ടി. അടുത്ത് നമ്മുടെ സോഡ് വെച്ചപ്പോൾ നമുക്ക് ഷാർപ്നെസ് 5 ഉണ്ട് 28 ലെവലിന്. അപ്പോൾ നമുക്ക് 28 ലെവലായിട്ട് അതും കൂടെ എടുക്കാം. 28 ലെവലാവട്ടെ, ഇനി കുറച്ചും കൂടെ മതി. ഗൈസ്, അപ്പോൾ 28 ലെവലായിട്ടുണ്ട്. നമുക്കിനി ഷാർപ്നെസ് 5 ആഡ് ചെയ്യാം നമ്മുടെ സോഡിലോട്ട്. ഗൈസ്, പിന്നെ ഞാൻ ഇവിടെ മറ്റേ ബുക്ക് ഷെൽഫ് വച്ചിട്ടുണ്ട് 2 പക്ഷേ ഞാൻ വിചാരിച്ച പോലെ 30 ലെവലിനുള്ള കിട്ടിയിട്ടില്ല. അതും നല്ലൊരു പിക്കാക്സ് അല്ല, സോഡ തന്നെ. ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും. ബാൻ ഓഫ് ആർത്തോപോഡ്സ് അത് വേണോ? ഷാർപ്നെസ് ഉണ്ട്, അയ്യോ അറിയാതെ അത് ആഡ് ചെയ്യാൻ ചെയ്ത് എൻ്റെ XP മൊത്തം എൻ്റെ ലെവലിൽ പോയി. ഇത് കൊള്ളു, നമുക്ക് എൻഡാൻ ചെയ്ത് ഞാൻ കുറച്ചും കൂടി ലെവൽ എടുക്കട്ടെ. പിന്നെ വീട്ടിൽ പോയിട്ട് 2-3 ബുക്ക് ഷെൽഫും കൊണ്ട് ഉണ്ടായിക്കൊണ്ട് വരണം. ഗൈസ്, അപ്പോൾ ഇവരും കൂടെ കൊന്നാൽ നമുക്ക് 30 ലെവൽ കിട്ടും. നമുക്കുള്ളായി ഇവരോട് കൊന്നിട്ട് പോയി വന്നല്ലേ ഇത്രയും ദൂരം. ഇനി അവരവിടെ നിൽക്കും. പിന്നെ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട, ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ക്രീപ്പർ പൊട്ടിയതാണ്. നമുക്കിനി എഫിഷ്യൻസി 5 കൊള്ളാം, നല്ലത് തന്നെ. നമ്മളിനി ആർമർ ഊരി നമുക്ക് അതും കൂടെ എൻജോയ് ചെയ്യാം. എടുക്കട്ടെ. ഊരി എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അത് ചെസ്റ്റ് വെച്ചോളൂ, ചെസ്റ്റ് പ്ലേറ്റ് അൺബ്രേക്കിംഗ് 3. പിന്നെ ഹെൽമെറ്റ് വെച്ചാൽ പ്രൊട്ടക്ഷൻ 4 കിട്ടും, അത് നല്ല തന്നെ. അൺബ്രേക്കിംഗ് 3 നല്ല തന്നെ. പ്രോജക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ വേണ്ട, നമുക്ക് എല്ലാത്തിനും പ്രൊട്ടക്ഷൻ ആഡ് ചെയ്താൽ മതി. ഇത് അൺബ്രേക്കിംഗ് 3. നമുക്കിനി അടുത്ത 30 ലെവലാവട്ടെ.
ഗൈസ് ഇപ്പോൾ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചല്ല, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച് 28 ലെവലിനും 30 ലെവലിനും ഒരേ ടൈപ്പ് എൻജാൻമെൻ്റ് ആണ് കൊടുക്കുന്നത്. അൺബ്രേക്കിംഗ് 3 ഉണ്ട്. അൺബ്രേക്കിംഗ് 3 മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രൊട്ടക്ഷൻ 4 കൊണ്ടുണ്ടായിരുന്ന കുഴപ്പമില്ല. ഇപ്പം നമുക്ക് വീണ്ടും ചിലന്തിയെ കൊല്ലാതെ തന്നെ ഒരു സ്കെൽട്ടൻ അവിടെ മറയായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ചിലന്തികൾക്കൊന്നും വരാൻ പറ്റുന്നില്ല. അതെങ്ങനെയാണ് മാറ്റുമെന്നാണ് ആലോചിക്കുന്നത്. അങ്ങോട്ട് കയറി എല്ലാവരും കൂടെ എന്നെ അടിക്കാൻ വരും. നോക്കാം. താഴോട്ട് പോയിട്ട് കുറച്ച് നോക്കട്ടെ കാര്യങ്ങൾ. നമുക്കിപ്പോൾ ബുക്ക് വെച്ച് എന്താ കിട്ടുന്നത് നോക്കട്ടെ. PSN3 കൊള്ളാമോ? വേണം. ലാസ്റ്റ് പ്രൊട്ടക്ഷൻ PSN1 നമുക്ക് ഞാൻ നേരത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് 30 ലെവലിനെ ഒരു 30 ലെവലിന് സിൽടെക്സ് ഉണ്ടായിരുന്നു. സിൽടെക്സ് പക്ഷേ നമുക്കിപ്പോൾ വേറെ ഡയമണ്ട് പിക്കാക്സ് ഇല്ല. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സിൽടെക്സ് ഇതിൽ തന്നെ ആഡ് ചെയ്യാം. ഇതിലല്ല, പുതിയ ക്രാഫ്റ്റ് ചെയ്തെങ്കിൽ അതിൽ ആഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ അയ്യോ അത് പോയി കേട്ടോ. ഇനി കിട്ടുമായിരിക്കും. ത്രോൺസ് വന്നു. നോക്കട്ടെ. നമുക്ക് പിന്നെ വീണ്ടും മരക്കൊണ്ടൊന്നും ലെവൽ കിട്ടാൻ വേറെ വല്ല വഴി ഉണ്ടായിരുന്നെങ്കിൽ, സ്കെൽട്ടൺ സ്പോൺ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതിലിടയ്ക്കിടയ്ക്ക് സ്കെൽട്ടനൊക്കെ സ്പോൺ ആവുന്നുണ്ട് സ്പൈഡറിൻ്റെ മുകളിൽ. ഇതിലല്ല, ഇതിലുമല്ല. വേണ്ട, ബോണ് എൻ്റെ എണ്ണമുണ്ട്. നമുക്കൊന്ന് വീട് വരെ പോയിട്ട് അപ്പോഴത്തേക്ക് ആ സ്കെൽട്ടൻ റീസ്പോണായി പോവും. വീട്ടിൽ പോട്ടെ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അതിനു മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളെന്താ എന്നെ സപ്പോർട്ട് ചെയ്യാത്തത്? പറ. ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്താ കണ്ടല്ല. ഞാൻ ചുമ്മാ പറഞ്ഞത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. ശരി, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. പിന്നെ പറഞ്ഞ കാര്യം മറക്കണ്ട, സപ്പോർട്ട് നല്ല കുറവാണ്. നിങ്ങൾ ലൈക്കൊന്നും ആരും ചെയ്യുന്നില്ല. ഒരു വീഡിയോയ്ക്ക് മാത്രമേ പിന്നെ സപ്പോർട്ട് വ്യൂസേ ഉള്ളൂ. അങ്ങനെ ലൈക്കും ഒന്നുമില്ല. ഒരു കമൻറ്റ് ഒരാൾ ഇട്ടത്, അതിന് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇവിടെ രാത്രി നമുക്ക് ചെന്ന് കിടന്ന് ഉറങ്ങാം. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യും. ഞാൻ ഈ ഉറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കണേ. 1 2 3 സ്റ്റാർട്ട്. ഉറങ്ങാൻ പറ്റില്ല, അതും കൊള്ളാം. ഞാൻ എപ്പോൾ ഉറങ്ങുന്ന അപ്പം നിങ്ങൾ ലൈക്ക് അടിക്കണം. അടിച്ചോ. ഞാൻ ഉറങ്ങി എണീക്കുന്ന പിന്നെ അടിച്ചോ. അടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നുപോയി. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. 3 ഫ്രണ്ട്സിനെ. 1 2 3 പേരുണ്ട്. നിങ്ങളിവർ 3 പേർക്കും ഒരു പേര് പറ. എന്താ ഏറ്റവും നല്ല പേരൊക്കെ ഞാൻ സെലക്ട് ചെയ്യും. പിന്നെ എൻ്റെ ഒരു നെയിം ടാഗ് ഉണ്ട്. എനിക്ക് സ്പൈഡർ സ്പോണറിൽ നിന്ന് കിട്ടിയതാണ് അവിടെ നിന്ന്. അത് വെച്ച് ഒരാൾക്ക് പേര് വിടാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പേര് ബോൺ എവിടെ കിട്ടിയാലും ഞാൻ എടുക്കും. എന്തോ അവിടെയും കിട്ടും. അപ്പം ബോണല്ല, റോട്ടൻ ഫ്രഷ് എനിക്ക് വേണ്ട. ഇനി തിരിച്ചു പോട്ടെ. ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഞാൻ പോയിട്ട് വന്നിട്ട് അവൻ റീസ്പോൺ ആയിട്ടില്ല. അപ്പം നമുക്കിനി അവനെ കൊല്ലാൻ വേണ്ടി നോക്കാം. കൊള്ളാം, ഞാൻ മരിക്കാതിരുന്നാൽ കൊള്ളാം. കൊള്ളാം, ഒരടി കിട്ടി.
എങ്ങനെ അവനെ കൊല്ലും? അതാണ് നമ്മുടെ അടുത്ത മിഷൻ. ഫുഡും എടുത്തില്ല പറയാൻ പോലെ, അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ അപ്പം മരിക്കും. ഫുഡില്ല കയ്യിൽ. ഒരു പൊട്ടറ്റ ഉണ്ട്, ഒരു സോംബിയൊക്കെ വന്നപ്പം കിട്ടിയത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇന്ന് ലെതർ നോക്കി പോയപ്പോൾ എനിക്കൊരു ഔട്ട് പോസ്റ്റ് കിട്ടിയേ. അതിന് ഞാൻ കോർഡിനേറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യം വരുമ്പോൾ ഇനി അങ്ങോട്ട് പോകാം. ഇത് കൊള്ളൂലല്ലോ, ഇത് വേണോ? ഇതിലല്ലല്ലോ പറയാൻ പോലെ, ഇത് വേണ്ടല്ലോ. അപ്പം നമുക്ക് അതിന് കുറച്ച് എക്സ്പി കിട്ടി. നമുക്കിനി അടുത്ത് കുറച്ച് എക്സ്പിയും കൂടെ കിട്ടും, നോക്കട്ടെ. 28 ലെവലാവട്ടെ. 28 ലെവലായി. നമുക്ക് എൻചാൻറ്റ് ചെയ്യാം. പ്രൊട്ടക്ഷൻ, അയ്യോ 28 ലെവലിൽ നമുക്ക് 30 ലെവൽ വേണം. ഇത് പൊട്ടിച്ചോക്കട്ടെ. അപ്പം 28 ലെവൽ മതി. നേരത്തെ പ്രൊട്ടക്ഷൻ 4 ആയിരുന്നോ 3 ആയിരുന്നോ? അയ്യോ, ഇനിയിപ്പോൾ ഉണ്ടാക്കി വെച്ചോ, കുഴപ്പമില്ല. പ്രൊട്ടക്ഷൻ 4 ആണെങ്കിൽ നമുക്ക് പിന്നെ അത് ചെയ്താൽ മതി. 30 ലെവലാക്കണമെന്നല്ലേ ഉള്ളൂ. അത് പ്രൊട്ടക്ഷൻ 3 തന്നെ. അപ്പോൾ നമുക്ക് ഇത് വേണ്ട, കുറച്ച് വുഡ് പോവും. കുഴപ്പമില്ല, നമുക്ക് എൻജോയ്മെൻറ്റ് നോക്കിയും. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ പോയി അൺബ്രേക്കിംഗ് 3 കൊള്ളാം. അയ്യോ, പ്രൊട്ടക്ഷൻ 2 അറിയാതെ എടുത്ത് വെച്ചാണ്. പ്രൊട്ടക്ഷൻ ഇപ്പം നമ്മുടെ പ്രൊട്ടക്ഷൻ 2 എപ്പോഴത്തേക്ക് ഇരിക്കുന്നത് നമുക്ക് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നാളെ ബാക്കി ചെയ്യാം. എന്നാൽ കുറച്ച് നേരം എടുത്തു ഞാൻ വീഡിയോ എടുക്കാൻ കയറിയിട്ട്. എനിക്ക് റൂമൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഈ ടഫ് ബ്ലോക്കൊക്കെ മൈൻ ചെയ്യാനും ഈ ഡയറൈറ്റാ ഇതൊക്കെ മൈൻ ചെയ്യാനും. പിന്നെ കുറേ നേരം എടുത്ത് ഈ ലെതർ കണ്ടുപിടിക്കും. എൻ്റെ അമ്പോ, ഞാൻ എവിടെയൊക്കെ പോയെന്ന് അറിയാമോ? അങ്ങനെയാണ് ഞാൻ ഒരു ജംഗിളും കണ്ടുപിടിച്ചു, എന്താ ഒരു ഔട്ട് പോസ്റ്റും കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ 2-3 പശുവിനെ ബ്രീഡ് ചെയ്ത് അങ്ങനെ വരെ കൊന്നെടുത്തു. പിന്നെ ഞാൻ കൂടുതൽ ലാമേനൊക്കെ കുറേ കൊന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.